ദൈവത്തിന്റെ പദ്ധതിയിലാണ് എല്ലാ വേദനയും തന്നത്. അത് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. അത് നമ്മളെ ഒരു ജനമായിട്ട് രൂപപ്പെടുത്തി ദൈവത്തിന്റെ സ്വന്തം മക്കളാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. ഞാൻ ദൈവത്തെ അറിഞ്ഞത് എൻ്റെ കഷ്ടപ്പാടിലാണ്. വലിയ കഷ്ടപ്പാടുകൾ വന്നതുകൊണ്ടാണ്. ചില ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സഹനങ്ങൾ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ദൈവത്തെ അറിഞ്ഞത്, ദൈവാനുഭവം ഉണ്ടായത്, കർത്താവ് ജീവിക്കുന്നവനാണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തകർച്ചകളെ പാഴാക്കി കളയരുത്. തകർച്ചകളെ വെറുതെ കളയരുത്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അപ്പോ ചെങ്കടലിന്റെ മുമ്പിൽ വഴി തുറക്കപ്പെടും. അപ്പോ ദൈവം ഈ പാറയിൽ നിന്ന് വെള്ളം ഒഴുക്കി തരും. അപ്പോ അത് അതിന് മുമ്പിൽ പരാതിയുമായിട്ട് നിൽക്കരുത്. എല്ലാം ദൈവത്തിന്റെ ഇടപെടലുകളായിട്ട് കാണണം. മോശ മാത്രം, ജനം മുഴുവൻ പരാതി പറയുമ്പോഴും മോശ മാത്രം പരാതി പറയാതെ നിന്ന്. വെള്ളമില്ലാത്തപ്പോഴും കടല് കൺമുമ്പിൽ നിന്നപ്പോഴും എല്ലാം മോശ മാത്രം പരാതിയില്ല. അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. പരാതിയില്ല.